തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി.എൻ. പ്രതാപനെ മാറ്റി അവസാന നിമിഷമാണ് അവിടെ സ്ഥാനാർത്ഥിയായി കെ. മുരളീധരൻ വരുന്നു. ആ തീരുമാനം എവിടെയെങ്കിലും ഒന്ന് അടിപതറി പോയിട്ടുണ്ടോ? ഒരു ദുഃഖസത്യം ഞാനിപ്പോൾ പരസ്യമായി തന്നെ പറയുകയാണ്. ഈ ഒരു മാറ്റം ആരും എന്നോട് പോലും സംസാരിച്ചില്ല. ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോയി ഒരു ക്ലൈമാക്സ് അന്തരീക്ഷത്തിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റുന്നത്. അതൊരു അനുഭവ പാഠമാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് അന്ന് തുടർഭരണം കിട്ടാവുന്ന എല്ലാ സാധ്യതയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഒരു വലിയ പിഴവ് ആ കാലത്തുണ്ടായി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട പി.ടി. തോമസ് അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കായി സജ്ജമാകുമ്പോൾ അതിനു മുന്നോടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. പൂർണ്ണമായും ഇനിയുള്ള നാളുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കാണ് കേരളം ചുവടുമാറുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ വി.എം. സുധീരൻ. നിലമ്പൂർ നമുക്ക് മാറ്റി നിർത്തിയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങുമ്പോൾ മൂന്ന് മുന്നണികളുടെ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്നുള്ള വലിയൊരു പ്രചരണം കൊടുക്കുന്നുണ്ട്. അതൊരു സംഘടിതമായ ഒരു പ്രചരണ തന്ത്രമാണ്. എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വികലമായ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്ന് നോക്കിയാലും കുറ്റകൃത്യങ്ങൾ, പുതിയ കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ. ഇന്നിപ്പോൾ 29 ബാറുണ്ടാകുന്ന സ്ഥാനത്ത് 1000-ലധികം കടന്നു. ഇപ്പോൾ പുതിയ ബാറുകൾ അനുവദിക്കുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ അത് സംബന്ധിച്ച വിവരമൊന്നും കാണിക്കാറില്ല. അപ്പോൾ ബാറുകൾ വർദ്ധിച്ചു. പിന്നെ IT മേഖലയിൽ വ്യാപകമാക്കുന്നതിനുള്ള നടപടികൾ, ഡ്രൈ ഡേ പരിമിതി ഏർപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യം, മുഖ്യ പദ്ധതി, മുഖ്യ പ്രയോറിറ്റി മദ്യവ്യാപനമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാരണം മദ്യം കൊടുക്കുന്നത് എന്താ? മദ്യമില്ലെങ്കിലും മയക്കുമരുന്നുണ്ടാകുമെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ? ഒരു ഭാഗത്ത് മദ്യം, മറുഭാഗത്ത് മയക്കുമരുന്ന്. ശരിക്കു പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഒരിക്കലും പൊറുക്കാനാകാത്ത കുറ്റകൃത്യമാണ് കേരളത്തെ ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന തലത്തിലേക്ക് ഈ ലഹരി വ്യാപിപ്പിച്ചത്, മദ്യവും മയക്കുമരുന്നും വ്യാപിപ്പിച്ചത്. എന്നിട്ട് സർക്കാരിൻ്റെ കാപട്യം നോക്കണം. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം വന്നു, എതിർപ്പ് വന്നപ്പോൾ ലഹരിക്കെതിരെ സർക്കാർ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ലഹരി എന്ന് പറഞ്ഞ് അവരിറങ്ങുന്നത് മദ്യം എന്നൊരു വാക്ക് അവർ പ്രയോഗിക്കുന്നില്ല. അവർ മയക്കുമരുന്നിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് മദ്യം വ്യാപകമാക്കുന്ന സർക്കാർ മയക്കുമരുന്നിനെതിരെ മാത്രം പറയുമ്പോൾ അവരുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അത് തികഞ്ഞ കാപട്യമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഈ മദ്യം ഒരു അവശ്യ വസ്തു അല്ല എന്ന് ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത്, കോവിഡ് കാലത്ത് 64 ദിവസം ലോക്ക്ഡൗൺ ഉണ്ടായി. എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി. എന്ത് സംഭവിച്ചു കേരളത്തിൽ? ഒന്നും സംഭവിച്ചില്ല. അന്നത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം മയക്കുമരുന്ന് ഏറ്റവും ഉപയോഗം കുറവാണ്. ഈവൻ സ്പിരിറ്റിൻ്റെ ഉപയോഗം ഏറ്റവും കുറവാണ്. അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറവാണ്. പക്ഷേ ഈ സർക്കാർ തന്ത്രപരമായി മനഃപൂർവ്വമായി മദ്യമാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരിൽ നിന്നും ആനുകൂല്യം പറ്റുന്നു. മയക്കുമരുന്ന് മാഫിയയെ ഈ തലത്തിലേക്ക് എത്തിച്ചത്, ഇത്ര വിപുലമായ തലങ്ങളിലേക്ക് എത്തിച്ചത് സർക്കാരാണ്. ഈ അവസ്ഥ സൃഷ്ടിച്ച ഈ സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കാനുള്ള അർഹത പോലുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ രീതിയിൽ പ്രതിപക്ഷത്ത് കോൺഗ്രസ് വലിയൊരു മുന്നണിയായി, UDF ഒരു മുന്നണിയായി, അല്ലെങ്കിൽ ജനങ്ങൾ ഇവരെ ഭരണം ഏൽപ്പിച്ചാൽ, ഇവർക്ക് ഭരണം നൽകിയാൽ നല്ല രീതിയിൽ എവിടെയൊക്കെയാണ് LDFന് വീഴ്ച പറ്റിയത് അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ മികച്ചൊരു ഭരണമായി അല്ലെങ്കിൽ ഒരു മുന്നണിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിന്നു പോകാൻ സാധ്യമാകുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് നൽകാനായി നിങ്ങൾക്ക് കഴിയുമോ? ഇതിനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തണമെങ്കിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. എല്ലാ തലത്തിലും ഇതിനെ പ്രതിരോധിക്കണം, ഇതിനെ പരാജയപ്പെടുത്തണം എന്നൊരു ആവശ്യം
ഒരു ആവേശം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത് വോട്ടായി മാറണമെങ്കിൽ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്കൊരു സംതൃപ്തിയുള്ളത് ആ തലത്തിലേക്ക് ഇപ്പോൾ കുറേ നീങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു തൃപ്തി. കാരണം ഒന്ന്, സംഘടനാ തലത്തിലുള്ള സമ്പൂർണ്ണമായ ഐക്യം, കോൺഗ്രസ്സിനകത്ത് UDF-നകത്ത് സമ്പൂർണ്ണമായ ഐക്യം. ആ ഐക്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഗുണപരമായൊരു മാറ്റം എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി 28 ഡൽഹിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ, പ്രധാനപ്പെട്ട എല്ലാവരെയും ഹൈക്കമാൻഡ് വിളിച്ചു കൂട്ടിയിരുന്നു. അവിടെ നടന്ന ചർച്ചയുടെ ഫലം നല്ല ഫലമായിരുന്നു. എനിക്കത് ഞാനൊരു 8 വർഷത്തിന് ശേഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഡൽഹിയിൽ പോയത്. 8 വർഷമായി ഡൽഹി പോയിട്ട്. പക്ഷേ ആ ചർച്ചയിലെ തീരുമാനങ്ങൾ, ആ ചർച്ചയിലെ ഡയറക്ഷൻ, കൃത്യമായൊരു ദിശാബോധം നൽകിയ ഒരു ചർച്ചയായിരുന്നു. അതിനുശേഷം ഞാൻ കാണുന്നൊരു പ്രത്യേകത, കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് ഒരു പൊതുവേ ഒരു യോജിപ്പിൻ്റെ അന്തരീക്ഷം നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ കാണുന്ന ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട് പലതും. അതൊക്കെ ആരും തട്ടിക്കൂട്ടുന്നതല്ലാതെ അതിനകത്തൊന്നും വലിയ പ്രസക്തിയില്ല. മറിച്ച് കോൺഗ്രസ്സിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ, പ്രവർത്തകർ തമ്മിൽ എല്ലാ തലത്തിലും മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാളും നല്ലൊരു ഐക്യത്തിൻ്റെ അന്തരീക്ഷം വന്നിട്ടുണ്ട്. UDF-ഉം നല്ല രീതിയിൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പോകുന്നു. കോൺഗ്രസ് ആകട്ടെ ശ്രീ സുധാകരൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം വന്നിട്ടുണ്ട്. ഈ അന്തരീക്ഷത്തിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ്. അതേത് തിരഞ്ഞെടുപ്പായാലും. ഇപ്പോൾ താങ്കൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവിടെയും ഏറ്റവും പ്രധാന കാര്യം സ്ഥാനാർത്ഥിയാണ്. നല്ല സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു താല്പര്യത്തിലും ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ മെറിറ്റ് ഓറിയൻറ്റഡ്, മെറിറ്റ് നോക്കുക, ആ വാർഡിലേക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണോ, ആ ഡിവിഷനിലേക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണോ, അത് മാത്രം നോക്കുക. ജയം മാത്രം ലക്ഷ്യമാക്കുക. ആ ജയത്തിന് അനുയോജ്യനായ, അതിലേക്ക് എത്തിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ്, അത് നിശ്ചയിക്കുന്നതിലാണ് ഇതിൻ്റെ വിജയം നിൽക്കുന്നത്. എനിക്കറിയാം, നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നേരിട്ട ഒരു അനുഭവം എനിക്കുണ്ട്. ഇപ്പോൾ 2016 ഞാനന്ന് KPCC പ്രസിഡൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് അന്ന് തുടർഭരണം കിട്ടാവുന്ന എല്ലാ സാധ്യതയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഒരു വലിയ പിഴവ് ആ കാലത്തുണ്ടായി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട PT തോമസ്, അദ്ദേഹം അന്ന് പാർലമെൻറ്റിലേക്ക് 2014 അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. ഞാൻ KPCC പ്രസിഡൻ്റായി വന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എനിക്കും ചില പരിമിതികളുണ്ടായിരുന്നു. പല സംഗതികളും ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു ബദൽ നിർദ്ദേശം കൂടെ വെച്ചിരുന്നു, പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഏതായാലും PT തോമസിനോട് എനിക്കുള്ളൊരു ബഹുമാനം, സ്ഥാനാർത്ഥിയല്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങടെ പോകേണ്ടത്? ഞാൻ പറഞ്ഞു, PT നേരെ കാസർഗോഡ് പോയി തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏൽക്കണം. PT നേരെ അടുത്ത ട്രെയിനിൽ കാസർഗോട്ടേക്കാണ് പോയത്. പിന്നീടാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് എല്ലാം വന്ന് മടങ്ങിപ്പോരേണ്ടി വന്നത്. അപ്പോൾ അത്രയും സംഘടനാപരമായ മര്യാദ കാണിച്ച PT തോമസ്. അതുപോലെ KP ധനപാലൻ, അന്ന് KP ധനപാലൻ അന്ന് ചാലക്കുടിയിൽ മത്സരിച്ചില്ലെങ്കിൽ തീർച്ചയായും ജയിക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരം ശ്രീ PC ചാക്കോ തൃശ്ശൂരിൽ മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തെ അന്ന് ചാലക്കുടിയിലേക്ക് മാറ്റി, ധനപാലനെ തൃശ്ശൂർക്ക് മാറ്റി. ആ ഒരു അറേഞ്ച്മെൻറ്റ് ഗുണം ചെയ്തില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ ശ്രീ ധനപാലനും ശ്രീ PT തോമസിനുമൊക്കെ അവരിഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന സീറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടായിരുന്നു. ധനപാലൻ അദ്ദേഹത്തിന് അന്ന് കൊടുങ്ങല്ലൂർ മതി എന്ന് തീരുമാനിച്ചു അദ്ദേഹം. പിന്നെ ശ്രീ PT തോമസ് ആകട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞത്,
എനിക്ക് ചാലക്കുടി മത്സരിച്ചാൽ കൊള്ളാം. ചാലക്കുടി LDF സീറ്റാണ്. PT തോമസ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സീറ്റിൽ അന്ന് പാർട്ടി ജയിച്ചു വരും. പക്ഷെ നിർഭാഗ്യവശാൽ എന്തുകൊണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. നിർഭാഗ്യവശാൽ അന്നത്തെ സംവിധാനം ഞാൻ ഉൾപ്പെടെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും അത് ആ രീതിയിൽ മുന്നോട്ട് പോയില്ല. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി PT തോമസിന് വേണ്ടി പീരുമേട് ചോദിച്ചെങ്കിലും അവിടെയും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് പാളിച്ചകൾ ആ സന്ദർഭത്തിലുണ്ടായിരുന്നു. കുറേയേറെ സീറ്റുകളെ സ്ഥാനാർത്ഥി നിർണയം പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുത നിരത്തിക്കൊണ്ട് ആരോട് സംസാരിക്കാനും ഞാൻ തയ്യാറാണ്. ഒരിക്കലൊരു രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഈ തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കിട്ടിയ വിജയം എന്താ? മികച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് അണിനിരത്തി. അതിൻ്റെ ഒരു നല്ല വിജയമുണ്ട്. അപ്പോൾ ഏതായാലും ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഇവിടെ വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. AK ആൻ്റണി നയിച്ച ഗ്രൂപ്പ്, കരുണാകരൻ നയിച്ച ഗ്രൂപ്പ്. പക്ഷേ ആ ഗ്രൂപ്പ് വളരെ കടുത്ത മത്സരമുണ്ടായിരുന്നു. പക്ഷെ ആ മത്സരമുണ്ടായിരുന്നെങ്കിലും ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതുണ്ട്. ഇരു ഗ്രൂപ്പുകളും പാർട്ടി തലത്തിലേക്കോ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്കോ മറ്റു തലങ്ങളിലേക്കോ ആളെ നിയോഗിക്കുമ്പോഴും കൃത്യമായ മെറിറ്റ് നോക്കിയിരുന്നു. സ്ഥാനാർത്ഥികൾ അതിനെ പറ്റിയ ആളാണോ, ആ നിയോജക മണ്ഡലത്തിൽ സ്വീകാര്യനാണോ, ആ നിയോജക മണ്ഡലത്തിൽ പറ്റിയ ആളാണോ എന്ന് ഇരുപക്ഷവും ചിന്തിച്ചിരുന്നു. അന്നത്തെ ഒരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള കാലുവാരലുമില്ല. ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, 2001 തെരഞ്ഞെടുപ്പ് കാലത്ത് നിശ്ചയിച്ച 3 സ്ഥാനാർത്ഥികളെ മാറ്റി. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞ് മാറ്റി. പക്ഷേ ആ 3 പേരും സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അന്നത്തെ സംഘടനയുടെ കെട്ടുറപ്പ് അതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സോഷ്യൽ ഇക്വിലിബ്രിയം, സാമൂഹ്യ സന്തുലിതാവസ്ഥ കൃത്യമായി അക്കാലത്ത് പാലിച്ചിരുന്നു. അത് സ്റ്റേറ്റ് ലെവലിൽ നോക്കിയാലും ജില്ലാതലത്തിൽ നോക്കിയാലും കൊള്ളാം, ഒരു സന്തുലിതാവസ്ഥ, സോഷ്യൽ ഇക്വിലിബ്രിയം അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളിലൊക്കെ പിൽക്കാലത്ത് വളരെ പോരായ്മകൾ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പോരായ്മകളുടെ അനുഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായും നല്ല സ്ഥാനാർത്ഥികളെ, ഏറ്റവും ആദ്യത്തെ പരീക്ഷണം വരാൻ പോകുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ്. അത് പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷനാകട്ടെ, ഒരു തരത്തിലുള്ള വ്യക്തി താല്പര്യവും നോക്കാതെ, ഗ്രൂപ്പ് താല്പര്യവും നോക്കാതെ, തികച്ചും അനുയോജ്യരായ ആളുകളെ അതാത് തലത്തിലേക്ക് നിയോഗിക്കുക. ഈ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും ചിന്ത ആ തലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച വിജയം നേടാൻ സാധിക്കും. ആ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ UDFൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ തുടക്കമായിരിക്കും, നല്ലൊരു ലക്ഷണമായിരിക്കും, നല്ലൊരു സന്ദേശമായിരിക്കും നൽകുക. ഈ സാമൂഹ്യ സന്തുലിതാവസ്ഥ എന്ന് അങ്ങ് പറഞ്ഞത് ഏത് മാനദണ്ഡമാണ്? ഈ സാമൂഹ്യ സന്തുലിതാവസ്ഥ നമുക്ക് ജാതി മത സമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റും. അത് ഒരു കാര്യമുണ്ട്, പഴയ കാലത്തൊക്കെ അത് പാലിക്കപ്പെട്ടിരുന്നു. പക്ഷെ പരസ്യമായിട്ട് ആരും പറഞ്ഞിട്ടല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും വിഭാഗത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടല്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു വരുമ്പോൾ അതെല്ലാം പെർഫെക്റ്റാണ്. അത് പഴയ കാലം മുതലുള്ള രീതി അതാണ് ഞാൻ പറഞ്ഞ ഈ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നെങ്കിലും ആൻ്റണി കരുണാകരൻ കാലത്ത് ഇതെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു അവസ്ഥ ദുർബലമായി. ചില വിഭാഗങ്ങൾക്കൊക്കെ അർഹതപ്പെട്ട പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്ന് പരസ്യമായ
ആക്ഷേപം പോലും വരാൻ തുടങ്ങുന്നൊരവസ്ഥയുണ്ട്. അത് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സാമൂഹ്യ സന്തുലിതാവസ്ഥ, സാമൂഹ്യ നീതി പൂർണ്ണമായി ഉറപ്പുവരുത്താൻ നമുക്ക് ശ്രമിക്കണം എന്നൊരു ചിന്താഗതി ശരിയായ രീതിയിൽ വന്നിട്ടുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ എല്ലാ വിഭാഗങ്ങൾക്കും നീതി പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഈ സാമുദായിക നേതാക്കന്മാർ, അതായത് NSSൻ്റെ SNDP ആയാലും ഇവരുടെയൊക്കെ ഒരു താല്പര്യം കൂടി, സഭകളുടെ ഒരു താല്പര്യം കൂടി ഒക്കെ പരിഗണിച്ച് അത് പിന്നെയും രാഷ്ട്രീയവും സഭയും സാമുദായികവും ഒക്കെ കൂടി പിന്നെ ഇഴകലെന്ന് വരുമ്പോൾ നമുക്ക് ഈ നിഷ്പക്ഷമായ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു കാൻഡിഡേറ്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. അതായത് ഈ സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. ഏതെങ്കിലും ബാഹ്യമായ ഒരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതല്ല. അതാണ് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറില്ല. ഇപ്പം ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടി കേരളത്തിലെ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിലനിൽക്കുന്നൊരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ, എല്ലാ വിഭാഗങ്ങൾക്കും നീതി, അതാരും പറഞ്ഞിട്ടല്ല, പറയാതെ തന്നെ അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തുക എന്നുള്ളത് ഗുണകരമല്ല. ഒരിക്കലും പരസ്യമായി ഒരു ചർച്ചയെ പാടില്ല അതുമായി ബന്ധപ്പെട്ട്. അതേ സമയത്ത് നമ്മുടെ നടപടികളിലൂടെ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതി എല്ലാവർക്കും അർഹിക്കുന്ന നീതി കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നാവുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീകളുടെ ഒരു സംവരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഒപ്പം തന്നെയും സാമുദായിക അല്ലെങ്കിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥയെ കൂടി പരിഗണിക്കുമ്പോൾ ഈ ക്വാളിറ്റിയുള്ള കാൻഡിഡേറ്റ്സ്, മികവാർന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാൻഡിഡേറ്റ്സിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? അവിടെയാണ് നേതൃത്വത്തിൻ്റെ മിടുക്ക്. നല്ല ആളുകൾ, നല്ല മിടുക്കന്മാർ, നല്ല മിടുക്കികൾ, അതേ സമയത്ത് തന്നെ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, അതൊന്നും ഒരു വേണമെന്ന് തീരുമാനിച്ചാൽ ഇതിലൊന്നും ബുദ്ധിമുട്ടില്ല. ആർക്കും സാധിക്കും, ഏത് പാർട്ടിക്കും സാധിക്കും. ഈ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപനെ മാറ്റി അവസാന നിമിഷമാണ് അവിടെ സ്ഥാനാർത്ഥിയെ K മുരളീധരൻ വരുന്നു. ആ തീരുമാനം എവിടെയെങ്കിലും ഒന്ന് അടിപതറി പോയിട്ടുണ്ടോ? ഒരു ദുഃഖസത്യം ഞാനിപ്പോൾ പരസ്യമായി തന്നെ പറയുകയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം, ഈ ഒരു മാറ്റം ആരും എന്നോട് പോലും സംസാരിച്ചില്ല. എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു മാറ്റം ഒഴിവാക്കാൻ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുമായിരുന്നു. അവരൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ മാറ്റിയത്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവരൊരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ അത് ചെയ്ത സന്ദർഭം, ആ രീതി, കാരണം ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോയി ഒരു ക്ലൈമാക്സ് അന്തരീക്ഷത്തിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റുന്നത്. പോസ്റ്ററുകൾ വരെ ഒട്ടിച്ചു കഴിഞ്ഞു, ആ പോസ്റ്ററുകളൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഏതായാലും അതൊരു അനുഭവ പാഠമാണ്. തൃശ്ശൂർ ഒരു അനുഭവ പാഠമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ഈ പുറമെ കാണുന്ന ചർച്ചകളും ഒരുപാട് കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയ വിവാദങ്ങളും നടക്കുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് അറിയാം. അത് വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ വോട്ട് വ്യാപകമായി കിട്ടിയിരുന്നു. ഇന്ന് സുരേഷ് ഗോപിക്ക് ആ ഗ്ലാമറില്ല. മന്ത്രിയായി കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ നിലപാടുകളും പരസ്യമായ പ്രസ്താവനകളും അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ തന്നെ മോശമാക്കുന്ന തലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ അവരുടേതായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ന്യൂജൻ വോട്ടുകൾ അവർക്ക് കിട്ടിയിരുന്നു, കുറിച്ച് ശരിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകാതെ സത്യസന്ധമായി ഇത് വിലയിരുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ടും ചോർന്നു, UDFൻ്റെ വോട്ടും ചോർന്നിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ഒഴിച്ച് തൃശ്ശൂരത്തെ എല്ലാ 6 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തു. അത് BJPയുടെ നേട്ടമായിട്ട് കാണണ്ട, അത് BJPയുടെ വിജയമായി ആരും കാണണ്ട. അങ്ങനെ പാവങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവിടെ UDFൻ്റെ അൺടൈംലി ചേഞ്ച് ഓഫ് കാൻഡിഡേറ്റ്, അസമയത്തെ സ്ഥാനാർത്ഥിയുടെ ആ ഒരു മാറ്റം, അതൊരിക്കലും ഗുണം ചെയ്തില്ല. അതൊരു പാഠമായി എക്കാലത്ത് നിലനിൽക്കട്ടെ എന്നാണ്, നമ്മുടെ മുന്നിലുണ്ടാകട്ടെ എന്നാണ്, മാർഗദർശകമാകട്ടെ എന്നാണ് എനിക്ക് ആശിക്കാനുള്ളത്.
അസ്ഥാനത്ത് ഒരിക്കലും നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റരുത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു മുതിർന്ന നേതാക്കളുമായൊരു ചർച്ചയോ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം, പ്രത്യേകിച്ച് അങ്ങയെപ്പോലുള്ളവർ, തൃശ്ശൂരാണ് അങ്ങയുടെ നാട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങയുടെ പ്രവർത്തന ആ ഒരു പാരമ്പര്യമൊക്കെ കണക്കിലെടുത്തൊരു അഭിപ്രായം, പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം തേടണമായിരുന്നു. എനിക്കതിൽ വ്യക്തിപരമായ ഒരു പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ എല്ലാവരുമായും ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു 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 ദുരവസ്ഥ UDF ഉണ്ടാകുമായിരുന്നില്ല. അത് ഞാൻ മാത്രമല്ല, അവിടെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവരെല്ലാവരുമായിട്ട് കൂടെ ഒരു ആശയവിനിമയം നടത്താതെ പെട്ടെന്നൊരു ദിവസം ഒരു തീരുമാനമെടുക്കുന്നത്, അത് തൃശ്ശൂരിൻ്റെ ആ ഒരു മനസ്സ്, അന്നത്തെ ഒരു സാഹചര്യം കൃത്യമായി വിലയിരുത്താൻ തീരുമാനമെടുത്തവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു അനുഭവമാണ്, ഒരു പാഠമാണ്. നിലവിൽ ഇനിയുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കും, അങ്ങനെ ഒരു മാറ്റം വരുമോ? താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അതായത് അത് ഒരു പാഠമാണ് നമുക്ക്. പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരുമായും ആലോചിച്ച് കൂട്ടായ ചർച്ചയിലൂടെ, കൂട്ടായ ആശയവിനിമയത്തിലൂടെ, നല്ലത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, നല്ലതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുക. അതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പോലും പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് UDFന് എന്തുകൊണ്ട് ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല? അതാണൊരു ചോദ്യം. അല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപയോഗിക്കും. തീർച്ചയായിട്ടും അവസരം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ആ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ദിശയിൽ നീങ്ങും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങ് ഈ ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയിൽ അങ്ങ് റൂട്ട് ലെവലിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, റൂട്ട് ലെവലിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ കുറേ അവർ മിക്ക ആളുകളും അതിനോട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ, മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശൈലിയിൽ തന്നെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പഴയ കാലത്ത് ഒരു കമ്മിറ്റി കൂടണമെങ്കിൽ കത്ത് കൊടുക്കും. ഇപ്പോൾ ഈ കത്ത് കൊടുക്കുന്ന ആ ശൈലി ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ കാണുന്നില്ല. ഇപ്പോൾ എല്ലാം വാട്സാപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള അറിയിപ്പ് കൊടുക്കും. നമുക്ക് മൊബൈലിലാണ് വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ചേഞ്ച് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഒരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് താഴെതലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കോംപ്രമൈസ് പാടില്ല. താഴെ ജനങ്ങളുമായി ബന്ധപ്പെട്ട അണികളുടെ സമൃദ്ധി, അവരുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ആ ജനങ്ങളുമായി നിരന്തരമായിട്ടുള്ള ബന്ധം, അത് ഏറ്റവും പ്രധാന ഘടകമാണ്. കോൺഗ്രസ്സിൽ ഇപ്പോൾ 1-2 വർഷമായി തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, എന്തുകൊണ്ട് KPCC പുനഃസംഘടന അല്ലെങ്കിൽ DCC പുനഃസംഘടന, താഴെത്തട്ടിലുള്ള പുനഃസംഘടന ഒന്നും തന്നെ നടക്കുന്നില്ല? അല്ല, നമ്മളത് ആവശ്യമായി ഇപ്പോൾ KPCC ഇവരെ തീരുമാനമെടുത്തത് ആവശ്യമായ തലങ്ങളിലൊക്കെ പുനഃസംഘടന വേണമെങ്കിൽ നടത്താം എന്നൊരു ഒരു മാർഗനിർദ്ദേശമുണ്ട്. അത് എല്ലാവരും കൂടി ആലോചിച്ച് അവർ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിപ്പോൾ ഒരു വലിയൊരു ചർച്ചയായിട്ട് വന്നിട്ടില്ല, ഇപ്പോൾ ചർച്ചയില്ല. പിന്നെ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് മുഴുവൻ വാസ്തവമാണെന്ന് നിങ്ങൾ കരുതരുത്. അതൊക്കെ പക്ഷേ മാധ്യമങ്ങളിലൊക്കെ സ്വാഭാവികമായി വാർത്ത നമുക്കറിയാം പഴയ കാലം പോലെയല്ല, പത്രങ്ങൾ മാത്രമുണ്ടായിരുന്നൊരു കാലമല്ല. ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം വന്നതോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആ ശൈലി, ഓൺലൈൻ മാധ്യമങ്ങൾ, അതിലറിയ ഓൺലൈൻ മാധ്യമങ്ങൾ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് പത്രങ്ങളെ മാത്രം ഭയപ്പെട്ടാൽ മതി. അല്ല, പത്രങ്ങളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ പല നേതാക്കന്മാരും രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ആ കഥ, ആ ചരിത്രമൊക്കെയാണല്ലോ കേരള രാഷ്ട്രീയം. പക്ഷേ ഇന്ന് ഒരാൾക്കും അത് കഴിയില്ല. കാരണം അവർ ഇന്നലെ പറഞ്ഞത്, അതിന് മുമ്പ് പറഞ്ഞത്, ഇന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടെ നാളെ പറയുന്നതും ഇന്നലെ പറഞ്ഞതും എല്ലാം ഒരുമിച്ചാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മാറ്റങ്ങളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ആ മാറ്റങ്ങളായി മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ ഉൾക്കൊള്ളുക, നെഗറ്റീവ് സൈഡ് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക.
പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രവർത്തകരും താഴെ തലത്തിലുള്ള പ്രവർത്തകർ വരെയുള്ളവരുമായും ജനങ്ങളുമായിട്ടുള്ള ബന്ധം അത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.